ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാലത്ത് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ആയിരുന്നില്ല. അതെ, ബ്രിട്ടീഷ് ഭരണകാലത്ത് 1772 മുതൽ ഇന്ത്യയുടെ തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നത് കൊൽക്കത്തയായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന ഭരണ കേന്ദ്രവും വ്യാപാര കേന്ദ്രവുമായിരുന്നു കൊൽക്കത്ത. കാലക്രമേണ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഭരിക്കാൻ കൂടുതൽ അനുയോജ്യമായ സ്ഥലം ഡൽഹിയാണെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം വിലയിരുത്തി. അതിനാൽ 1911 നടന്ന ഡൽഹി ദർബാർ സമ്മേളനത്തിൽ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് അഞ്ചാമൻ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നതായി പ്രഖ്യാപിച്ചു. തുടർന്ന് പുതിയ ഭരണനഗരം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1912 മുതൽ ഡൽഹി ഇന്ത്യയുടെ ഭരണകേന്ദ്രമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് ബ്രിട്ടീഷ് ശില്പികളായ എഡ്വിൻ ലൂട്ട്സിന്റെയും ഹെർബർട്ട് ബേക്കറിന്റെയും നേതൃത്വത്തിൽ പുതിയ ഡൽഹി രൂപകൽപ്പന ചെയ്തു. 1931 പുതിയ ഡൽഹി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയമായി ഡൽഹി തുടരുമ്പോൾ ഒരു കാലത്ത് ആ സ്ഥാനം വഹിച്ചിരുന്നത് കൊൽക്കത്തയായിരുന്നു എന്നത് ചരിത്രത്തിലെ കൗതുകകരമായ ഒരു സത്യമാണ്.